വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്. ഇന്ന് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ പാർട്ട് 3ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഒരു മനുഷ്യരുടെ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ അർദ്ധായുസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ 100 വർഷമാണ് ജീവിക്കുന്നതെങ്കിൽ അയാളുടെ ഹാഫ് ലൈഫ് 50 years. അയാൾ 90 വർഷമാണ് ജീവിച്ചതെങ്കിലും ഹാഫ് ലൈഫ് 45 years. അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്താണ്? എക്സാമ്പിളായിട്ട് നമ്മൾ 100 ഗ്രാം റിയാക്റ്റൻ്റ് എടുത്തു ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദാറ്റ് ഇൻ ടു 50 grams 50 ഗ്രാമായിട്ട് ആ റിയാക്റ്റൻ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട ടൈം, ദാറ്റ് ഈസ് ഹാഫ് ലൈഫ്. സോ വാട്ട് ഈസ് ഹാഫ് ലൈഫ്? ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻ്റ് ടു ഹാഫ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ time required to reduce the initial concentration of a reaction to half. Once more, what is half-life? It is the time in which the concentration of a reactant is reduced to half of its initial concentration, and is normally represented by, this is represented by T half. കൊടുത്തിട്ടുണ്ട്, represent ചെയ്യുന്ന T half എന്നാണ്. T എഴുതുന്നു, then half as subscript. So this is the representation for the half-life. And for different order reactions we have zero order reaction, first order, second, third, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. ഓരോ റിയാക്ഷൻസും വരുന്നതനുസരിച്ച് ഓർഡർ വ്യത്യസ്തമാകുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ് ഫോർ ഹാഫ് ലൈഫ്. ദെൻ ഫസ്റ്റ് വി ക്യാൻ കൺസിഡർ ദ ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിലേക്കാണ് പോകുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ്. We have the integrated rate expression for the zero order, that is K equal to the initial concentration R0 minus R divided by time. This is the integrated rate expression for the zero order. Then we can apply the condition when T become equal to T half. What is T half? 100 ഗ്രാം ഉള്ളത് 50 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 50 ഗ്രാം ഉള്ളത് 25 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം. സോ വെൻ T become equal to T half, ടൈം T half ആണെങ്കിൽ what about the initial concentration? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണോ ഉണ്ടായിരുന്നത് അത് എത്രയായിട്ട് മാറും? പകുതിയായിട്ട് മാറും. So the final concentration R become equal to R0 divided by 2 എന്നാവും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണെങ്കിൽ അത് പകുതിയായിട്ട് മാറും. So that is the final concentration. So you can apply the condition in equation 1, put it as equation 1. So this can be applied here. ഈ conditions നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. Then what is the equation? The K become equal to R0 അങ്ങനെ തന്നെ കൊടുക്കാം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0 മൈനസ് R എന്നുള്ളടുത്ത് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ദ ഫൈനൽ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഈക്വലൻ ടു R ഈസ് ഈക്വലൻ ടു R0 ഡിവൈഡ് ബൈ 2 ഡിവൈഡഡ് ബൈ T എന്നുള്ളത് എന്തായി മാറി? ദിസ് ബിക്കം ഈക്വൽ ടു T ഹാഫ്. T എന്നുള്ളത് T ഹാഫ് ആയി. സോ വാട്ട് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ? ദിസ് ഈസ് ഈക്വലൻ ടു R0 മൈനസ് R0 ബൈ 2 എന്നുള്ളത് എന്തായിട്ട് മാറും? ഓ ദാറ്റ് ബിക്കം ഈക്വൽ ടു, ദിസ് ബിക്കം ഈക്വൽ ടു R0 by 2 എന്ന് വരും, ഡിവൈഡഡ് ബൈ T half. ഓ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് R0 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് നമുക്ക് 2 താഴെ കൊടുക്കാം, ഇൻറ്റു T half എന്ന് കൊടുക്കാം. സോ K become equal to R0 divided by 2 into T half എന്ന് വരും. ഓർ വാട്ട് ഇസ് T half? T halfനെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. സോ K റൈറ്റിലേക്ക് വരും. സോ ദാറ്റ് become equal to R0 divided by 2 into k എന്ന് വരും.
So this is the final equation. The half-life of a zero order reaction is equivalent to R0 divided by 2K, where R0 is the initial concentration. So half-life is directly proportional to initial concentration. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? This is equivalent to R0 divided by 2K എന്നാണ്. K constant ആണ്, rate constant ആണ്. 2 another constant. So what is the which are the variables? Half-life and the initial concentration. Initial concentration ഇവിടുത്തെ variable ആണ്. So these are related like this. How they are related? They are directly proportional. So what is the relationship between the half-life and the initial concentration? Half-life and initial concentration തമ്മിലുള്ള relationship എന്താണ്? What is the relationship for a zero order reaction? The T half is directly proportional to the initial concentration of the reactants. The half-life എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എത്രയാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുക്കുന്നത് അതനുസരിച്ചാണ് half-life എന്ന് പറഞ്ഞാൽ. So they are directly proportional. Then now we can derive another expression for first order. Again for half-life. ഹാഫ്-ലൈഫിൻ്റെ റിയാക്ഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഓർഡർ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ വരുമ്പം നമ്മൾ ചെയ്യാം ഇക്വേഷൻ സെയിം ടൈപ്പ് വേരിയേഷനാണ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. K is equivalent to, what is the equation for the rate constant of a first order reaction? Integrated rate expression നമ്മൾ പഠിച്ചതാണ്. That is equivalent to 2.303 divided by T log of R0 divided by R എന്നുള്ള equation നമ്മൾ പഠിച്ചതാണ്. Then applying the same condition when T equal to T half, when T equal to T half, R become equal to R0 by 2. Put this equation as 1, here this equation as 1. Then apply these conditions. These conditions in equation 1. Apply in equation 1. You will get the answer like this. What is the equation? K equal to 2.303 divided by, instead of T you can add T half here. Then here it become log R0, that is the initial concentration. What about the final concentration R? That become equal to, R become equal to, here it is given, this is given here, R become equal to R0 divided by 2, isn't it? So R0 divided by R0 by 2, this term become equal to 2. R0 divided by R0 by 2 എന്നുള്ള ടേം എന്തായി മാറും? That is equivalent to 2. So the final equation is 2.303 divided by T half log 2 എന്നാവും. And log 2 equal to, log 2 is equivalent to 0.3010 ആണ്. So you can apply that here. Paste there, then equation become equal to K equal to 2.303 divided by T half into log 2 equal to 0.3010. So this become equal to, multiplying these two, this become equal to 0.693 divided by T half. Or what is T half for the first order reaction? That become equal to 0.693 divided by K. So this is the final equation. This is the final equation for the first order. T half is equal to 0.693 by K. Then compare this equation with the zero order. What is the equation for the zero order? That is T half is equivalent to concentration of R0 divided by 2K. So here this equation consists initial concentration R0, but here there is no such quantities. So what about the half-life of a first order reaction? This is independent of the initial concentration. That the concentration മാറുന്ന അനുസരിച്ച് ഏത് മാറുന്നില്ല?
ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ മാറുന്നില്ല. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഓർഡർ. ഇപ്പം നമ്മൾ 100 കിലോഗ്രാം എടുത്താലും 100 ഗ്രാം എടുത്താലും 1 ഗ്രാം എടുത്താലും ദ ഹാഫ് ലൈഫ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. See the half-life, what is a speciality? Yes, half-life of a reaction is, the half-life of a reaction is independent of the initial concentration. So half-life of a reaction is independent of the initial concentration. That is a speciality. Then you can study this equation here. Here the equation, put a box. So you have to study this equation. This is the equation for the first order. Then നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഓർഡറിനും സീറോ ഓർഡറിനും കണക്കായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. സീറോ ഓർഡർ ആണെങ്കിൽ സാധാരണ നമുക്ക് എക്സാമ്പിൾസ് അധികം റെയറാണ് സീറോ ഓർഡർ റിയാക്ഷൻസ്. എന്നിരുന്നാലും നമുക്ക് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ആണ്. അപ്പോൾ അമോണിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, 2NH3 gives N2 + 3H2 ആണ്. സോ ദ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആണ്. സോ ഹിയർ ദ റേറ്റ് ബിക്കം ഈക്വൽ ടു റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ലോ തന്നിട്ടുണ്ട്. റേറ്റ് ലോ R is equal to K into concentration of NH3 raised to the power 0 എന്നാണ് വരുന്നത്. So what is the meaning? The rate is independent of the concentration. NH3 raised to 0 എന്ന് പറഞ്ഞാൽ that become equal to this term become equal to 1. So this become equal to 1. So R become equal to K. So the reaction is independent of the concentration of the ammonia. അപ്പോൾ സീറോ ഓർഡർ ആണ് ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതിനോട് ഇൻഡിപെൻഡൻ്റ്, അതിന് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. So why there is no relation between the concentration of the ammonia? So once the reaction is started, the reaction is carried out in presence of the platinum catalyst. അപ്പോൾ റിയാക്ഷൻ നടത്തുന്നത് നമ്മൾ പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. സോ സപ്പോസ് ഇവിടെ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പീസ് ഓഫ് പ്ലാറ്റിനമാണ്. സോ ഈ പ്ലാറ്റിനത്തിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ഈ അമോണിയ മോളിക്യൂൾസ് വന്ന് ഇവിടെ വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. അങ്ങനെയാണ് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ അമോണിയ റിയാക്ടൻ മോളിക്യൂൾസ് വന്നിട്ട് ഇതിൻ്റെ സർഫസിൽ സ്റ്റിക്ക് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ വൺസ് ദ സർഫസ് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ ദ മോളിക്യൂൾസ്, the rate of the reaction is independent of the concentration of the ammonia. അതിനുശേഷം നമ്മൾ അമോണിയയുടെ എമൗണ്ട് കൂട്ടിയാലോ കുറച്ചാലോ, അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാക്സിമം സാച്ചുറേഷൻ ആയിക്കഴിഞ്ഞാൽ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് അമോണിയ മോളിക്യൂൾസ് വെച്ച് കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് ഒരിക്കലും നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ എത്ര വർദ്ധിപ്പിച്ചാലും റിയാക്ഷൻ എന്താവത്തില്ല, ആ റിയാക്ഷൻ്റെ റേറ്റിനെ അതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ഏത് വെച്ച് കവർ ചെയ്ത് പോവും, അമോണിയ മോളിക്യൂൾസ് വെച്ച് കവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊടുത്താലും എത്ര കുറച്ചാലും റിയാക്ഷനിൽ പിന്നെ യാതൊരു വ്യത്യാസവും വരത്തില്ല. ദാറ്റ് ഈസ് വൈ ദ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി അമോണിയ. സെയിം കേസാണ് ഡീകമ്പോസിഷൻ ഓഫ് ദി HI. ഡികമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ്. സോ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഗോൾഡിൻ്റെ സർഫസിലാണ് ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. സോ HI മോളിക്യൂൾസ് വന്ന് ഗോൾഡിൻ്റെ സർഫസിൽ കവർ ചെയ്യും. കവർ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ പിന്നെ അവിടെ നിന്നാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ നടക്കുന്നത് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ചാണ്. സോ വൺസ് ദ സർഫസ് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ ദ മോളിക്യൂൾസ് ദർ ഇസ് നോ ഫർദർ ഇൻക്രീസ് ഇൻ ദ rate if there is an increase in the concentration of the reactants. ഇപ്പോൾ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദാറ്റ് ഇസ് വൈ ദ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി HI. സെയിം കേസാണ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ്. സോ എൻസൈംസിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം ഈ തരത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്.
ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസിലേക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിയാക്ഷനാണ്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്, അതിന് എക്സാമ്പിളാണ്. ദെൻ എല്ലാ റേഡിയോആക്റ്റീവ് ഡിസിൻറ്റിഗ്രേഷൻസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. ദെൻ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിൻ്റെ ഇൻവേർഷൻ, ദാറ്റ് ഇസ് ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ ടു ഗീവ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഈ റിയാക്ഷനും ഏതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. ദെൻ നമ്മളിനി നോക്കാൻ പോകുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ഈഥൈൽ അസറ്റേറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. ഈഥൈൽ അസറ്റേറ്റിൻ്റെ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈഥൈൽ അസറ്റേറ്റിൻ്റെ റിയാക്ഷൻ എന്താണ്? ഈഥൈൽ അസറ്റേറ്റ് this is C2H5, this is ethyl group, and CH3COO minus, this is acetate group. So ethyl acetate in hydrolysis ആണ്. This can be splitted as H and OH minus. So this is ethyl acetate. ഈ റിയാക്ഷൻ ശ്രദ്ധിക്കാം. ഇതിനകത്ത് നമുക്ക് ഈഥൈൽ അസറ്റേറ്റിനെ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അസറ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഈഥൈൽ ഗ്രൂപ്പ്, ആൻഡ് H2 can be written as H and OH, H plus and OH minus ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഹിയർ ഇറ്റ് ഈസ് H ആൻഡ് ഹിയർ OH minus and H plus ആണ്. So you can write the equation like this. This H plus join with acetate ions. This is CH3COO minus. So this join with this COO minus, and this OH joined with C2H5. So what is the product obtained? CH3COOH, here the product, and C2H5 from the H2, here the OH. So C2H5OH. അങ്ങനെ രണ്ട് പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് അസറ്റിക് ആസിഡ്, ദിസ് ഈസ് അസറ്റിക് ആസിഡ്, ദിസ് വൺ ഈസ് അസറ്റിക് ആസിഡ്, ആൻഡ് ദിസ് ഈസ് C2H5OH, ദിസ് ഈസ് എത്തനോൾ. അങ്ങനെ രണ്ട് പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. റേറ്റ് ഈസ് ഈക്വലൻ്റ് ടു, ഹിയർ റേറ്റ് ഈസ് ഈക്വലൻ്റ് ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി ഈഥൈൽ അസറ്റേറ്റ്. സോ ഇവിടെ ഈഥൈൽ അസറ്റേറ്റിൻ്റെ കോൺസെൻട്രേഷനുമായിട്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, ഈഥൈൽ അസറ്റേറ്റ് ആൻഡ് വാട്ടർ. അങ്ങനെ രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്. ബട്ട് ദിസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഈഥൈൽ അസറ്റേറ്റ്. സോ ദിസ് ഈസ്, ആൻഡ് ഹിയർ റേറ്റ് ഈസ് ഈക്വലൻ്റ് ടു ദിസ് റേസ് ടു ദ പവർ 1. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ? ഓർഡർ ഈസ് ഈക്വലൻ്റ് ടു, ഹിയർ ഓർഡർ ഈസ് ഈക്വലൻ്റ് ടു 1 because X is equivalent to 1 here. Similarly, in the inversion of cane sugar, നേരത്തെ ഞാൻ പറഞ്ഞാണ് ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിൾ ആണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. വാട്ട് ഈസ് കെയിൻ ഷുഗർ? ദാറ്റ് ഈസ് C12H22O11 ആണ്, കരിമ്പ് ജ്യൂസ് എന്നൊക്കെ പറയും. ദെൻ അത് വാട്ടറുമായിട്ട് ചേർന്ന് അഗെയിൻ ഹൈഡ്രോളിസിസ് ആണ്. രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്. ബട്ട് ദ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി കെയിൻ ഷുഗർ, ദാറ്റ് ഈസ് C12H22O11 here, and the power is equivalent to again 1. So what is the value for order? Again it is equivalent to 1. So for these two reactions, the rate, the order appear to be of higher order. That is, we expect a second order reaction here, but actually it follows first order. Such type of reactions are called pseudo first order reactions. So what is pseudo first order reaction? Pseudo first order reaction is the reaction that appear to be of higher order but actually follows the lower order kinetics. So first order ആണ് നമുക്ക് സെക്കൻഡ് ഓർഡർ ആണ് നമുക്ക് തോന്നും, പക്ഷേ ഇത് ഏതായിട്ടാണ്? ഫസ്റ്റ് ഓർഡർ ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റിലോ തന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ രണ്ട് എക്സാമ്പിൾസ് ഓർത്തിരിക്കാം. ഇറ്റ് അപ്പിയർ ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ഫോളോസ് ദ ലോവർ ഓർഡർ കൈനറ്റിക്സ്. So it is called pseudo first order reaction. ഇനി നമ്മൾ ഇന്നിവിടെ കുറച്ച് പ്രോബ്ലംസ് ആണ്, ഇതുമായിട്ട് നമ്മൾ എടുത്ത പോർഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 5Br minus plus BrO3 minus plus 6H plus gives 3Br2 plus 3H2O. Write the
average rate for this reaction. ഇതിൻ്റെ ആവറേജ് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് റേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്താണ് ആവറേജ് റേറ്റിൻ്റെ ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആവറേജ് റേറ്റ് ഈസ് ഈക്വലൻ ടു ആർ ആവറേജ്, ദാറ്റ് ഈസ് ഈക്വലൻ ടു what is equation? Delta of R divided by reactance ആണെങ്കിൽ delta of R divided by delta T, and for the reactant it is negative sign, and this is for a general reaction A giving B. If it is A moles of A plus B moles of B giving C moles of C, what is the general expression? R is equivalent to minus 1 by A into delta of concentration A divided by delta T, and which is equivalent to, that is equivalent to minus 1 by B of delta of D divided by delta T, or that is equivalent to plus 1 by C delta of C divided by delta T. This is the expression. So here instead of A, here it is 5, and B it is 1, C it is 6, and for the product here it is, the coefficient is 3, here it is 3, like that. So you can write the expression like this. How you write the expression? See, rate is equivalent to, this become equal to minus 1 by 5. ശ്രദ്ധിക്കുക, മൈനസ് 1 by 5, ഇവിടെ 5 ആണ് കോയിഫിഷ്യൻ്റ്. സോ ദിസ് ബിക്കം ഈക്വൽ ടു മൈനസ് 1 by 5. ഡെൽറ്റ ഓഫ് ഏതാണോ ഇവിടുത്തെ റിയാക്റ്റൻ്റ് അത് എടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ബി ആർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓ ദിസ് ഈസ് ഈക്വലൻ ടു, ഇവിടെ ഒരിക്കലും പ്ലസ് സൈൻ കൊടുക്കരുത്, എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നതാണ്. ഒരിക്കലും അതവിടെ പ്ലസ് സൈൻ നമ്മൾ കൊടുത്തേക്കരുത്, പ്ലസ് സൈൻ അവിടെ പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഇതിൻ്റെ ടേംസിൽ വേണമെങ്കിൽ നമുക്ക് റിയാക്റ്റൻ്റെ BrO3 മൈനസിൻ്റെ ഇത് അയോണിക് ഇക്വേഷൻ എന്നുള്ള വ്യത്യാസമുള്ളൂ. സോ BrO3 മൈനസിൻ്റെ ടേംസിൽ നമുക്ക് കൊടുക്കാം ഡെൽറ്റ ഓഫ് BrO3 മൈനസ്, ഇവിടെ നമ്മൾ സ്ക്വയറും കൂടെ കൊടുക്കണം, ഡെൽറ്റ ഓഫ് BrO3 മൈനസ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കൊടുക്കാം, ഓർ വിച്ച് ഇസ് ഈക്വലൻ ടു മൈനസ് 1 by 6. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ minus 1 by 6 delta of concentration of H plus divided by delta T, or you can write that in terms of products. Productsൻ്റെ കേസിൽ നമുക്കിവിടെ രണ്ട് പ്രോഡക്ട്സ് ആണുള്ളത്, ബ്രോമിൻ അല്ലെങ്കിൽ വാട്ടർ, രണ്ടിൻ്റെ ടേംസിൽ വേണമെങ്കിലും എഴുതാം. സോ ദാറ്റ് ബിക്കം ഈക്വൽ ടു പ്ലസ് 1 by 3. ഹിയർ ഇറ്റ് ഈസ് പ്ലസ് 1 by 3 delta of Br2 by delta T, or that is equivalent to plus 1 by 3 delta of H2 divided by delta T. സോ ഈ രീതിയിൽ നമുക്ക് ഈ എക്സ്പ്രഷൻസ് എഴുതാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ കേസിലും എഴുതാൻ പറ്റും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ കേസിൽ എന്താണ് വ്യത്യാസം? ഇവിടെ ഈ ഡെൽറ്റ എന്നുള്ളിടത്തെല്ലാം നമ്മൾ മാറ്റിയിട്ട് എന്ത് എഴുതണം? ഹിയർ ടു റൈറ്റ് ഡി ദെയർ. സോ ഡി ഓഫ് Br മൈനസ് എന്ന് കൊടുക്കുക, ഹിയർ ഇറ്റ് ബിക്കം ഡി ടി. സോ ഇവിടെ എല്ലാം മാറും, ദിസ് ബിക്കം ഈക്വൽ ടു ഡി ടി എന്ന് വരും. ഹിയർ ഇറ്റ് ബിക്കം ഈക്വൽ ടു ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് BrO3 മൈനസ്, ഇതെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യുക, ഡെൽറ്റ എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് പകരം അവിടെ ഡി എന്ന് കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then go through the second question. The decomposition of N2O5 in CCl4 at 318 Kelvin has been studied by monitoring the concentration of N2O5 in the solution. So here the reactant is nitrogen pentoxide ആണ്. Then initially the concentration of nitrogen pentoxide is 2.33 mol per liter. Initial concentration തന്നിട്ടുണ്ട്. So what is this initial concentration? How will you represent that? This is initial concentration can be represented as R1. So R1 is equivalent to 2.33 after 184 minutes. So this is the time T. It is reduced to 2.08 mol per liter. What is this? That is the final concentration. You can give this as R2. So this one is R1. This one is R1 and this is R2 concentration, second concentration, or that is the final concentration. So that can be taken as 2.08. Then calculate the average rate of this reaction in terms of hours, minutes and seconds.
അപ്പോൾ തന്നിരിക്കുന്നത് മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ 184 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മിനിറ്റ്സിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആവറേജ് റേറ്റ് ചെയ്യാം. ആവറേജ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2N2O5 gives 4NO2 plus O2 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ ആവറേജ് റേറ്റ് ഇൻ ടേംസ് ഓഫ് N2O5. കാരണം നമുക്കിവിടെ കോൺസെൻട്രേഷൻ ഏതിൻ്റെ ടേംസിൽ തന്നിരിക്കുന്നത്, നൈട്രജൻ പെൻഡോക്സൈഡിൻ്റെ ടേംസിൽ തന്നിട്ടുള്ളൂ. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റിയാക്ഷൻസ് റേറ്റ് നമുക്ക് എഴുതാനായിട്ട്. സോ വാട്ട് ഇസ് എ റേറ്റ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, നമുക്ക് റേറ്റ് എഴുതാനുള്ള ഇക്വേഷൻ അവിടെ ഉണ്ട്. നമുക്ക് റേറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും, റേറ്റ് ഈസ് ഇക്വലൻ്റ് ടു നമ്മൾ നേരത്തെ തന്നിരിക്കുന്നത് 2N2O5 ആണ്. സോ ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു -1/2 ഡെൽറ്റ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ചെയ്യണം. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡെൽറ്റ ഓഫ് N2O5 പറയുന്നത് ദാറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് R1 ആൻഡ് R2. R1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.33 മോൾ പെർ ലിറ്റർ ആണ്. ദെൻ R2ൻ്റെ വാല്യൂ 2.08 മോൾ പെർ ലിറ്റർ ആണ്. സോ ഹൗ യു ഫൈൻഡ് ഔട്ട് ഡെൽറ്റ R ഈസ് ഇക്വലൻ്റ് ടു R2 മൈനസ് R1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഫൈനൽ വാല്യൂ ആണ്, ദാറ്റ് ഈസ് 2.08 മൈനസ് 2.33 ചെയ്യുക. ദാറ്റ് മച്ച് മോൾ പെർ ലിറ്റർ ആണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഡെൽറ്റ ആർ ഈസ് ഈക്വലൻ്റ് ടു ഡെൽറ്റ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഹിയർ. സോ ആർ എന്നുള്ളത് ജനറലാണ്, നമുക്കിവിടെ N2O5 ആണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വലൻ്റ് ടു ഡെൽറ്റ N2O5. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൻസർ വിൽ ബി ഈക്വലൻ്റ് ടു -1/2. നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ ഡെൽറ്റ T. ടൈം എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ടൈം, 184 മിനിറ്റ്സ് ആണ്. സോ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നമ്മുടെ ആൻസർ ഇതാണ്. N2O5 നമ്മളിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 2.08 മൈനസ് 2.03 ഡിവൈഡ് ബൈ 1.184 എന്നുള്ള വാല്യൂ നമുക്കിവിടെ ചെയ്യാം. സോ ഹിയർ ദ വാല്യൂ. നമുക്കിത് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുക 6.79 ഇൻറ്റു 10⁻⁻4 മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഇത് മിനിറ്റ്സിലുള്ള വാല്യൂ ആണ്, കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് മിനിറ്റ്സിലാണ്. ഇനി ഇതിനെ നമുക്ക് ഇവരോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ്സിലും അതുപോലെ തന്നെ അവേഴ്സിലും ഉള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ്സിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മിനിറ്റിനെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മിനിറ്റ് എന്നുള്ളത് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 184 × 60 ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഭാഗം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇത്രയും ഭാഗം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ 60 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ സെക്കൻഡ്സ്. അപ്പോൾ എത്ര സെക്കൻഡ്സിലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എത്ര അവേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മിനിറ്റ്സിനെ അവേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മിനിറ്റ്സിനെ നമ്മൾ 60 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തത് ഈ 184 എന്നുള്ളതിന് എന്ത് ചെയ്യണം, 60 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 184/60 ആണ് എത്ര അവേഴ്സ് എന്നുള്ളത്. സോ 184 ഡിവൈഡ് ബൈ 60 എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ടൈം നമുക്ക് മുകളിലേക്ക് പോകും. സോ ദാറ്റ് ബിക്കം ഈക്വൽ ടു നമ്മുടെ ആൻസർ എന്ത് വരും, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ 60 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ എന്തിലേക്ക് വരും, എത്ര അവേഴ്സ് എന്നുള്ളതിലേക്ക് കൂടെ വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 3 ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്കൊരു മൈനസ് സൈൻ ഉണ്ട്. ഈ വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കിവിടെ മൈനസ് ആണ് കിട്ടുന്നത്. ഈ മൈനസും കൂടെ ചേരുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ പോസിറ്റീവ് വാല്യൂ, റേറ്റ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. സോ നമ്മുടെ ആൻസർ പോസിറ്റീവിലേക്ക് വരും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ ദ റിയാക്ഷൻ ആർ ഗിവിംഗ് പി, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ചേഞ്ചസ് ഫ്രം 0.03 mol to 0.02 mol in 25 minutes. Calculate the average rate of the reaction using units of time both in minutes and seconds. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേപോലത്തെ പ്രോബ്ലം ആണ്. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ചേഞ്ചസ് ഫ്രം
0.03 to 0.02. ഏതാണ് initial concentration? This is initial concentration. You can take it as R1 and this is the final concentration that can be taken as R2. What about the time? That is 25 minutes. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. R giving P ആണ്. So what is the rate? Rate is equivalent to minus delta of R divided by delta T ആണ്. സോ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ ഡെൽറ്റ ആറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും? മൈനസ് ഓഫ് ഏതൊക്കെ ചെയ്യണം? ഏതാണ് ഇവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷൻ? ദാറ്റ് ഈസ് 0.02 മൈനസ് 0.03 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 25 മിനിറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ചെയ്താൽ നമ്മുടെ റേറ്റ് ആവും. കാരണം ഇവിടെ ഡയറക്റ്റ് R ഇൻറ്റു പി നമ്മുടെ ഇക്വേഷൻ നമ്മളിവിടെ ശ്രദ്ധിക്കണം. സോ 0.02 മൈനസ് 0.03 ഡിവൈഡ് ബൈ 25 ചെയ്താൽ ദാറ്റ് ഇസ് ആൻസർ ഇൻ മിനിറ്റ്സ്. റേറ്റ് നമുക്ക് എത്ര മിനിറ്റ്സിലാണെന്നുള്ളത് നമുക്ക് കിട്ടും. റേറ്റ് മോൾ പെർ ലിറ്റർ പെർ മിനിറ്റിൽ നമുക്ക് കിട്ടും. സോ ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഈസ് ഈക്വൽ യൂണിറ്റ് വരുന്നത് ഇങ്ങനെ വരും. മോൾ പെർ ലിറ്റർ പെർ മിനിറ്റിൽ വരും ആൻസർ. ഇനി ഇത് നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. സോ ഈ 25 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ്സ് വരും? ഇൻറ്റു 60 കൂടി ചെയ്യാം. ഇൻറ്റു 60 കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? സെക്കൻഡ്സിലുള്ള. അല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്മുടെ ആൻസറിലേക്ക് വരും. So that is the this question, answer for this question. Then consider the next case. For two-way giving products, the concentration of A decreases from 0.5 mol per liter to 0.4 mol per liter in 10 minutes. Same question ആണ്. പക്ഷെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. two-way giving products എന്നാണ്. സോ അവിടെ റേറ്റ് വരുമ്പോൾ എങ്ങനെ വരും? two-way giving products എന്ന് പറയുമ്പോൾ റേറ്റ് എങ്ങനെ വരും? റേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? two-way giving products എന്നാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാണ്. two-way giving products. റിയാക്ടൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് 2A ആണ്. സോ എന്ത് വരും? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 concentration of delta of A divided by delta T. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഡെൽറ്റ ഓഫ് എ എന്ന് പറയുമ്പം വാല്യൂ എത്രയാണ്? 0. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 0.5 നിന്ന് 0.4 പോയിരിക്കുന്നത്. സോ 0.4 മൈനസ് 0.5 ഇനിഷ്യൽ. ദിസ് ഈസ് ഇനിഷ്യൽ, ദിസ് ഈസ് ഫൈനൽ. നമ്മുടെ ആൻസർ എങ്ങനെ ചെയ്യാം? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ് ഡിവൈഡഡ് ബൈ 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 10 മിനിറ്റ്സ് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വരും. സോ ആൻസർ വിൽ ബി ഇൻ മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ്സ് ആണ്. സെക്കൻഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂവിനെ നമുക്ക് 60 വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുമ്പോൾ തന്നെ ഇൻറ്റു 60 ഇട്ടിട്ട് ഈ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഇൻ വിച്ച് ദ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു ഹാഫ് ഇൻറ്റു B റേസ് ടു 3/2. ഇതെങ്ങനെ ചെയ്യാം? ഓർഡർ എങ്ങനെ നമ്മൾ ചെയ്യാം? ഇങ്ങനെ നമ്മളിതിൻ്റെ ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇക്വേഷൻ ഓർഡർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സിൻ്റെ വാല്യൂ
എക്സിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1/2 പ്ലസ് വൈയുടെ വാല്യൂ 3/2. So that become equal to 3/2. So 1/2 plus 3/2 that become equal to 4/2. 4/2 is equal to 2. So this is a second order reaction. ആദ്യത്തെ റിയാക്ഷൻ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. This is a second order reaction. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഈ രണ്ടാമത്തെ 3/2 മൈനസ് എക്സിന് വരെ ഇവിടെ 3/2 വൈക്ക് വരെ ഇവിടെ -1 ആണ്. സോ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫോർ ഫസ്റ്റ് വൺ, എ ആണ് നമ്മൾ ചെയ്തത്. ദെൻ ബിയുടെ ആൻസർ എങ്ങനെ വരും? 3/2 ഹിയർ ഇറ്റ് ഈസ് 3/2 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് ചെയ്യേണ്ടത് -1. സോ ഇതെങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? 3/2 -1 എങ്ങനെ നമ്മൾ ചെയ്യും? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ബിക്കം ഈക്വൽ ടു 3 - 2 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. സോ ആൻസർ എന്താണ്? ഹാഫ് ഓർഡർ റിയാക്ഷൻ ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹാഫ് ഓർഡർ റിയാക്ഷൻ. ഇങ്ങനത്തെ റിയാക്ഷൻസ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ ഫ്രം ദ ഫോളോവിങ് റേറ്റ് കോൺസ്റ്റൻസ്. റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ദ ഫസ്റ്റ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് K = 2.3 × 10⁻⁵ ലിറ്റർ പെർ മോൾ പെർ സെക്കൻഡ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിങ്ങനെ എഴുതാം, mol⁻⁻1 ലിറ്റർ പെർ സെക്കൻഡ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. -1 ഇവിടെ -1ഉം ഇവിടെ 1ഉം ഇവിടെ -1 വരുന്നത് നമുക്ക് ഏതാണ്? നമ്മളിത് പഠിച്ചതാണ്. ഏതിൻ്റെയാണ്? ഫസ്റ്റ് ഓർഡർ, സോറി, ഇത് ഏതിൻ്റെയാണ്? ദിസ് ഈസ് ഫോർ സെക്കൻഡ് ഓർഡർ ആണ്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ യൂണിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇൻ വാട്ട് അബൌട്ട് ഹിയർ? ഇറ്റ് ഇസ് ഗിവൺ ആസ് 3 × 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂവിൻ്റെ കൂടെയുള്ള യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് മാത്രം വരുന്നത് ഒറ്റ ഒരെണ്ണത്തിന് മാത്രമുള്ള ഏതാണ്? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത്, ഫോർ എ റിയാക്ഷൻ A + B ഗിവിംഗ് പ്രോഡക്ട്സ് ദ റേറ്റ് ലോ ഇസ് ഗിവൺ ബൈ R = K × a⁻1/2 B². സോ ഇതിൻ്റെ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേറ്റുള്ള ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കുക. എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാം? ഓർഡർ ഈസ് ഈക്വൽ ടു X + Y ആണ്. എങ്ങനെ ചെയ്യും? എക്സ് എന്താണ്? 1/2 + 2. എങ്ങനെ ചെയ്യും? ദിസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ബിക്കം ഈക്വൽ ടു 4 1/2 + 4/2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 വരും. സോ 5/2 വരുമ്പോൾ സോ ഫൈനൽ ആൻസർ ഈസ് 2.5. സോ 2.5 ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അഗൈൻ ഫ്രാക്ഷണൽ വാല്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് X × Y ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. അപ്പോൾ X × Y എന്ന് പറയുന്ന റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണെന്നാണ് പറയുന്നത്. If the concentration of X increased to 3 times, how will it affect the rate of the formation of Y? എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ 3 times ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. റിയാക്ഷൻ സെക്കൻഡ് ഓർഡറുമാണ്. പറഞ്ഞത് ഇതാണ്, റിയാക്ഷൻ X × Y ആണ്. Then X follows this reaction follows second order kinetics എന്ന് പറഞ്ഞു. So how will you write the rate expression? R is equal to K × concentration of X⁻⁴ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? X² എന്ന് കൊടുക്കണം. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത്, you can put this equation as equation 1 and this is at the first condition you can write it as R1. So R1 is equal to K × X². That is the first case. Then consider the second case.
what will happen? The concentration of X is increased to 3x. X എന്നുള്ള എന്തായിട്ട് മാറി 3x ആയി. So what will happen to the rate of the reaction? Rate become equal to R2. R2 can be written as K, no change, 3x. നേരത്തെ പോലെയാണ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. So this become equal to square. So put it as equation 2. What will happen? This is K. Here 3x square എന്ന് വരും. So what is the final answer? K into 3x square. 3 square into x square എന്ന് വരും. That is 9. X എന്നുള്ള കോൺസെൻട്രേഷൻ ടൈമിൽ കൊടുക്കാം. x square എന്ന് വരും. So this can be written as 9 kx square. So this is equivalent to 9 into k into x square എന്ന് വരും. So 9 into k into x square എന്ന് വരുമ്പോൾ this is equation 2. What is the relationship between R1 and R2? How they are related? R1 എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് എന്താണ്? That is equal to kx square ആണ്. What is R2? That is 9 kx square ആണ്. So what is the relation? R1 by R2 is equivalent to kx square divided by 9 kx square. So that is equal to 1 by 9 എന്ന് വരും. So R2 ആകുമ്പോഴത്തേക്കും നമുക്കറിയാം കോൺസെൻട്രേഷൻ എക്സിൽ നിന്ന് എത്രയായിട്ട് കൂടി 3x ആയിട്ട് കൂടുന്നു. So R2 എന്താണ്? R2 എന്തായിട്ട് കൂടും? That increases 9 times. So here the difference. So R1 R2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? R1നേക്കാളും R2 എന്ന് പറയുന്നത് what is R2? R2 is equivalent to 9 R1 ആണ്. ഇത് R1ൻ്റെ 9 times ആണ് R2 എന്ന് പറയുന്നത്. So that is the equation. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്.